ഹായ് ദോസ്തോ, ഇന്ന് നമ്മൾ ഉറുദു അക്ഷരങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അക്ഷരങ്ങൾ എങ്ങനെ എഴുതും, എങ്ങനെ വായിക്കും എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് അക്ഷരങ്ങളിലേക്ക് പോകാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉറുദു അക്ഷരങ്ങൾ കണ്ടോ? 28 അറബി അക്ഷരങ്ങളും 4 പേർഷ്യൻ അക്ഷരങ്ങളും ബാക്കി ഉറുദുവിൻ്റെ സ്വന്തമായുള്ള അക്ഷരങ്ങളും ചേർന്നാണ് ഉറുദു അക്ഷരമാലയുള്ളത്. വലത്തു നിന്നും ഇടത്തോട്ടാണ് ഉറുദു എഴുതുന്നത് എന്നറിയാലോ. ആദ്യ അക്ഷരം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? അതെ, അലിഫ്. അലിഫ് എഴുതുന്നത് നോക്കൂ. മുകളിൽ നിന്നും താഴേക്ക്. അലിഫ്. അലിഫ് കൊണ്ടുള്ള ഒരു വാക്ക് ശ്രദ്ധിക്കൂ. അച്ചാർ. അതെ, മലയാളത്തിലും നമ്മൾ പറയുന്നത് അച്ചാർ തന്നെയാണ്. ഉറുദുവിലും മലയാളത്തിലും അച്ചാർ. ഇനി അടുത്ത അക്ഷരം നോക്കൂ. ബേ. ബേ എങ്ങനെയാണ് എഴുതുന്നത് അറിയാമോ? ബേ എഴുതുന്നത് ഒരു തോണി പോലെ അല്ലെങ്കിൽ ഒരു പാത്രം പോലെ അല്ലേ? താഴെ ഒരു പുള്ളിയും. ബേ കൊണ്ട് ഒരു വാക്ക് പറയാമോ? ബിരിയാണി. അറിയാം എല്ലാവർക്കും. മലയാളത്തിലും അത് തന്നെയാണ്, ബിരിയാണി. മൂന്നാമത്തെ അക്ഷരം നോക്കൂ. പേ. പേ അതെങ്ങനെയാണ് എഴുതുന്നത്? ബേ കുടുംബത്തിൽപ്പെട്ടത് തന്നെയാണ് പേയും. അതുപോലെ എഴുതും. താഴെ 3 പുള്ളിയുണ്ടെന്ന് മാത്രം. പേ കൊണ്ടുള്ളൊരു വാക്ക് നോക്കൂ. പജാമ. നമ്മൾ പൈജാമ എന്ന് പറയാറില്ലേ? അതെ, പജാമ. അടുത്തത് തേ. ബേയും പേയും പടിഞ്ഞാൽ തേ എന്നെഴുതാൻ വളരെ എളുപ്പമാണ് അല്ലേ? മുകളിലാണ് 2 പുള്ളി. ശ്രദ്ധിക്കുമല്ലോ. തേ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കൂ. തേ കൊണ്ടുള്ളൊരു വാക്ക് ശ്രദ്ധിക്കൂ. താര. എങ്ങനെ വായിക്കാം? താര. താര എന്ന് പറഞ്ഞാൽ താരം, നക്ഷത്രം. അറിയാലോ. ഉറുദുവിലെ അടുത്ത അക്ഷരമാണ് ടേ. ടേ. ഇത് നിങ്ങൾക്ക് ഒരു പുതിയ അക്ഷരമാണോ? ശ്രദ്ധിച്ചു നോക്കൂ എഴുതുന്നത് എങ്ങനെയെന്ന്. ബേയും പേയും തേയും ഒക്കെ എഴുതിയതുപോലെ
മുകളിൽ എഴുതിയ ആ ചിഹ്നം നോക്കണേ. അറബിയിൽ T. തോ പലർക്കും പരിചയമുണ്ടാകും. അതിൻ്റെ ഒരു ചെറിയ രൂപം കണ്ടല്ലോ. Oops. ടേ. ടേ കൊണ്ടുള്ളൊരു വാക്ക് നോക്കിയാലോ. ടമാട്ടർ. ടമാട്ടർ. ടമാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇംഗ്ലീഷിൽ ടമാറ്റോ. ടമാറ്റോ തക്കാളി. അടുത്തതായി വരുന്നത് സേ. സേ. Say. മലയാളത്തിൽ നമ്മളത് സേ എന്ന് എഴുതുമെങ്കിലും ഉച്ചാരണം സേ. Say. എഴുതുന്നത് എങ്ങനെ? എളുപ്പമാണല്ലേ. മുകളിൽ 3 പുള്ളിയാണ്. ഒരു വാക്ക് നോക്കൂ. കൂട്ടി എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കണേ. സമർ. സമർ. സമർ എന്ന് പറഞ്ഞാൽ പഴം. ഇന്ന് നമ്മൾ 6 അക്ഷരങ്ങളാണ് പഠിച്ചത്. അലിഫ്, ബേ, പേ, തേ, ടേ, സേ. ഈ 6 അക്ഷരങ്ങളും നോട്ട് പുസ്തകമെടുത്ത് ആദ്യ വരിയിൽ ഭംഗിയായി ഇടവിട്ട് എഴുതുക. ശേഷം അതിൻ്റെ താഴെ വരികളിൽ അതുപോലെ ഒന്ന് എഴുതി നോക്കൂ. അടുത്ത അക്ഷരങ്ങളുമായി ഇനിയും ഞാൻ വരാം. അതുവരെ ബായ് ബായ്. ശുക്രിയ. ഖുദാ ഹാഫിസ്.